ഒരു ചടങ്ങിന് സാക്ഷി വഹിക്കുകയാണ് നമ്മളൊക്കെ. ജോളി ബോസ് എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധായകൻ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പരിചയപ്പെട്ടത്. തിരുവനന്തപുരം SK ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ സർജറി കഴിഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിച്ച് തിരിച്ചിറങ്ങുമ്പോൾ SK ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ ഗോവണിപ്പടി കയറി ഒരാളെ എനിക്കറിയില്ല, ആളിനറിയില്ല, എനിക്ക് ഷെയ്ഖാനാണ് പരിചയപ്പെട്ടു. എൻ്റെ ജോളിമസ് എന്നാണ്. ഞാൻ ചെറുതായിട്ട് അത് വലിയ സംവിധായകനാണെന്നുള്ള ഭാവമൊന്നും കൂടി കാണിക്കാതെ ഞാനൊരു ചെറിയ കൊച്ചു പടമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പുതിയൊരു സബ്ജക്റ്റിൻ്റെ പണിപ്പുരയിലാണ്. ഒരു വേഷം ചെയ്യേണ്ടി വരും, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു അല്പസമയമൊക്കെ കുശലം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പിന്നീട് ഞാൻ തിരുവനന്തപുരത്തെ സാംസ്കാരിക പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായിരിക്കുന്ന ശ്രീ ജോളി ബോസിനെയാണ് കാണുന്നത്. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചു. എനിക്ക് അദ്ദേഹം പുതുതായി ചെയ്യാൻ തുടങ്ങുന്ന ഒരു സിനിമ മിയ എന്നാണ് അതിൻ്റെ പേര്. മിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയ. അതിലൊരു വേഷത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നു. ഞാൻ പോയി അഭിനയിക്കുന്നു. ഇവിടെ പ്രമോദ് സാർ സൂചിപ്പിച്ചതുപോലെ യാതൊരു വിധമായ നാട്യങ്ങളില്ലാതെ ആ സിനിമ സെറ്റിൽ, അതൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണെന്ന് പോലും തോന്നാത്ത തരത്തിൽ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ സിനിമ ചിത്രീകരിച്ചപ്പോൾ ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുകയാണ്. അന്ന് തുടങ്ങിയ ആ ബന്ധം പിന്നീട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പല പരിപാടികളിൽ ഒരുമിച്ച് പ്രസംഗകരായി ഇതുപോലുള്ള അവാർഡ് പ്രഖ്യാപന വേളകളിലുമൊക്കെ ജൂറി അംഗങ്ങളായും ഒക്കെ ഒരുമിച്ച് ഒരുപാട് വേദികളിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യത്വം, ദയ, സ്നേഹം ഇത്യാദി ഗുണങ്ങൾ ഒരാളിൽ ഒരുമിച്ച് സമ്മേളിക്കുമ്പോഴാണ് ആ മനുഷ്യൻ്റെ കലാകാരന് ഒരു ഉണർവുണ്ടാവും.